ഇന്ന് നമ്മൾ പോണത് കണ്ണൻകുട്ടിക്ക് പിറന്നാളായിട്ടൊരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവന് ഷർട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുള്ളത്. കുളമംഗലത്ത് ഇവിടെ ഒരു ഷർട്ടിൻ്റെ കട ഉണ്ട് കേട്ടോ. ഒരു 300 രൂപയ്ക്കേ ഉള്ളൂ ഷർട്ടിന് വേണ്ടിയിട്ട്. അവന് ഓവർ സൈസ് ഷർട്ടാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. കൂടുതൽ വലിയ ബഡ്ജറ്റിൻ്റെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാങ്ങില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുറച്ച് അൽക്കുലത്തെ സാധനങ്ങൾ വാങ്ങാനായിരുന്നു. ഷാജേട്ടൻ ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളാണ് ഈ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം പോയത് മീൻ മാർക്കറ്റിലാണ് കേട്ടോ. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മീനൊക്കെ നാളെ രാവിലെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നാളെ രാവിലെ വരാൻ പറഞ്ഞു പോന്നു. എന്നിട്ട് നേരെ ഒരു കുഞ്ഞ് കേക്കും കൂടെ വാങ്ങി. അവന് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പിറന്നാൾ, ഇപ്രാവശ്യത്തെ പിറന്നാൾ. എല്ലാ പ്രാവശ്യവും ഇപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ കൂടെ ഇപ്രാവശ്യം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റും കാര്യങ്ങളും കിട്ടുമെന്നുള്ളത് വലിയ ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലാസ്റ്റ് ഘട്ടം വെച്ചിട്ട് എല്ലാം കൂടെ തട്ടിയൊപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അച്ഛനമ്മമാർക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും ചെയ്താലും നമുക്ക് പൂതി തീരില്ല. പക്ഷേ നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് അവരും കൂടെ ഓക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ അവരും സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കും ഹാപ്പി ആവുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി ഹാപ്പിയാണ് കേട്ടോ. അതൊരു കുഞ്ഞു സാധനം നമ്മൾ വാങ്ങി കൊടുത്താലും അവർക്ക് സന്തോഷമാവുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. ഇല്ലെങ്കിൽ അവർക്ക് അയ്യോ അത് അവർക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ എനിക്കൊരു സങ്കടമായി തോന്നും. അപ്പോൾ ഇന്നത്തെ പ്രാവശ്യത്തെ പിറന്നാൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് അതൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കേക്ക് കൊടുന്നു കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കേക്ക് എന്ന് പറയുന്നത് ഭയങ്കര കൊതിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ 3 ആളുകൾ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞങ്ങൾ കൈയോടെ കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി മുറിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ കഴിക്കാൻ വേണ്ടി പോയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ലോണം സദ്യയും ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം പായസം കുടിച്ചിട്ട് എൻ്റെ വയറൊക്കെ ബുടുന്നനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കേക്ക് മുറിച്ച് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എത്ര പേര് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.